അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ മാഗി 10 രൂപയുടെ മാഗി ഉണ്ട്, ഒരു സവാളയുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു സംഭവം തയ്യാറാക്കാം. സാധാ മാഗി ഉണ്ടാക്കുന്നതൊക്കെ തന്നെ അതിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. അപ്പൊ അത് കാണാൻ നേരെ വീഡിയോയുടെ അങ്ങ് പോയാലോ. അതിനു മുമ്പേ കൂട്ടുകാരെ ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണേ. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ നേരെ പോയാലോ. അപ്പൊ ആദ്യം നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് ചൂടായി വന്ന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു തക്കാളിയും ഒരു പച്ചമുളകുമാണ് ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ടും അതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു അര സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നടക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് തിളക്കട്ടെ. അപ്പൊ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാഗി ഇട്ട് കൊടുക്കും. ഞാൻ ഇപ്പൊ 10ന്റെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. താത്തു കൊടുക്കും കുത്തി. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മാഗിയുടെ മസാലയാണ്. നമ്മൾ ഉപ്പിനകത്ത് ചേർത്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപ്പ് ഉണ്ട്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്പൂണ് സോയാ സോസ് നോക്കി കൊടുക്കുക. അവിടെ മിക്സ് ചെയ്ത് അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും. കൂടുതൽ ഐറ്റംസോ മുട്ടയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത്